ഉണ്ണി, ദേ എന്റെ ഉണ്ണി. അയ്യോ, അത് നമ്മുടെ ഉണ്ണിയല്ല, പാൽക്കാരൻ സണ്ണിയാണ്. എന്നാലും എന്റെ ഉണ്ണി. ചുമ്മാ അവനെയൊക്കെ വിളിച്ചിങ്ങോട്ട് വരുത്തല്ലേ. 4 മാസത്തെ പാലിന്റെ കാശ് കൊടുക്കാറുണ്ട് അവനെ. നമ്മുടെ ഉണ്ണി അല്ലേ? അല്ല. ദേ എന്റെ ഉണ്ണി. എവിടെ ഉണ്ണി? എന്റെ ദൈവമേ, അത് പാട്ട പറക്കാൻ പോണ തമിഴനാണ്. ഉണ്ണിയല്ല, അവൻ ഫുൾ ടൈം തണ്ണിയാണ്. ചുമ്മാ അവനെയൊക്കെ വിളിച്ച് വരുത്തല്ലേ നീ ഇങ്ങോട്ട്. അതും നമ്മുടെ ഉണ്ണിയല്ലേ? ഇല്ല. ഉണ്ണി, 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 വാ ഉണ്ണി, വാ. അതെ, നമ്മുടെ ഉണ്ണി ഇരിക്കുന്ന. വിളിക്ക്. ഞാൻ വിളിക്കാം, നീ ബഹളം വെക്കല്ലേ. അതെ, ചെറിയൊരു സഹായം ചെയ്യോ? പരിചയപ്പെട്ട ഉടനെ അങ്ങനെ കാശ് കൊടുക്കാറില്ല. അയ്യോ, കാശിനല്ല, എന്റെ ഭാര്യക്ക് ചെറിയൊരു വയ്യായിക ഉണ്ടേ. ചെറുതല്ല, ഉണ്ട്. അല്ല, എന്റെ ഭാര്യയാണല്ലോ, എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്റെ ഭാര്യയല്ലല്ലോ, എനിക്ക് എന്നെ വേണേലും പറയാലോ. അത് ശരിയാണ്. എന്നാലും ഒന്നും ഇങ്ങോട്ട് വരാമോ? ഒന്നും ഇങ്ങോട്ടൊന്ന് വരാമോ? അമ്മയുടെ അടുത്തേക്ക് വാ ഉണ്ണി. അമ്മയുടെ അടുത്തേക്ക് വാ. ആ ഉണ്ണിയാ, ഒരു സഹായം എന്നുള്ള നിലയിൽ ഞാൻ വരാൻ ബാധ്യതയാവരുത് കേട്ടോ. ഇല്ല, അമ്മയുടെ ഉണ്ണി വരികയാണ്. അമ്മേ വരണുണ്ട് കേട്ടാ. എത്ര കാലായി എന്റെ ഉണ്ണിനെ കണ്ടിട്ട്. ഉണ്ണി. അതെ, മറ്റൊന്നുമല്ല, ചെറുപ്പത്തില് ഞങ്ങളുടെ ഉണ്ണിനെ ഞങ്ങക്ക് നഷ്ടപ്പെട്ടു പോയി. അന്ന് തുടങ്ങി ഇവര് ആരെ കണ്ടാലും ഉണ്ണി, അതെന്റെ ഉണ്ണി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്നെ ഉണ്ണിയായിട്ട് കണ്ടോ, കൊറേ നേരത്തേക്ക് കണ്ടോളൂ കേട്ടോ. അമ്മ എങ്ങനെ വേണേലും കണ്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെ കാണാണ്ട് പോയത്? നിങ്ങളുടെ ഉണ്ണീനെ എങ്ങനെ പോയത്? ഉണ്ണീനെയും കൊണ്ടേ ഇവള് ലുലു മാളിൽ ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒന്ന് എടുത്താ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞു. ആ ഫ്രീ ആയിട്ടുള്ള ഒന്ന് എടുത്തു, ഉണ്ണിയെ എടുക്കാൻ മറന്നുപോയി. നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങനെ പറ്റിയതാ. ആണല്ലേ? പണ്ട് ഉത്സവത്തിനൊക്കെ പോയി എങ്ങനെ പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോയാലും നിങ്ങൾ ഇന്ന് പിടിച്ചോണ്ട് വരേണ്ട ഒരു ബാധ്യത തമ്പുരാനില്ലേ? അയ്യോ, അപ്പൊ തന്നെ ഞാൻ അന്വേഷിച്ചു പോയി. തമ്പുരാന്റെ കടമയല്ലേ? അല്ല, ഇതെന്റെ കുടുംബയാ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്നാ? അല്ല, ഒരു സ്കിറ്റാണല്ലോ, പ്രാസം ഒപ്പിച്ച് കിട്ടിയപ്പോ ഞാനങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണ്ട. അപ്പോ ഞാൻ ഉടനടി ഞാൻ അവിടെ ചെന്നിരുന്നു. ചെന്നപ്പോ ഞാൻ ഇത്രയും വലിയ തമ്പുരാനല്ലേ, എന്നെ ഒരാൾക്കും അങ്ങോട്ട് മനസ്സിലാവണല്ലോ. അങ്ങനെ ഞാൻ ആ വഴി അങ്ങോട്ട് കേറി ആ ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോ ഒരു പെണ്ണിന് മാത്രം മനസ്സിലായി. അവൾ ഇങ്ങനെ കാണിച്ചു എന്നെ കണ്ട് എല്ലാരും. പക്ഷെ എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ സ്റ്റെപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് താഴേക്ക് പോവാ. പിന്നെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോവാൻ പറ്റും? ഒരു കാലെടുത്ത് ആ സ്റ്റെപ്പിലേക്ക് വെക്കും, ആ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി പോവുക. പിന്നെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോവും? എസ്കലേറ്റർ ആണ്. എന്ത് എസ്കലേറ്റർ? എന്തായാലും സ്റ്റെപ്പിന്റെ പണി കഴിയാണ്ട് എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമോ? സാധാരണ നമ്മളല്ലേ താഴേക്ക് പോകുന്നത്. ഇത് സ്റ്റെപ്പ് അടക്കം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകുന്നത്? പറ്റത്തില്ല. തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഉണ്ണി, എന്തോ? ഉണ്ണിക്ക് കുഞ്ഞുനാളിൽ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നെന്ന് അറിയോ? എനിക്ക് കുഞ്ഞുനാളില് എനിക്ക് എന്തായിരുന്നു? മാമ്പഴ പുളിശ്ശേരി. സമ്മതിച്ചോളൂ, എനിക്ക് ഇപ്പോഴും മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടാ. അമ്മ ഉണ്ടാക്കി തരട്ടെ? ഉറപ്പായിട്ടും ഉണ്ടാക്കി തരണം. എനിക്ക് വളരെ സന്തോഷമുള്ളൂ. ഞാൻ എന്തോരം കിട്ടിയാലും മാമ്പഴ പുളിശ്ശേരി തിന്നും. എന്നിട്ട് ഞാൻ എന്റെ അണ്ടി ഇങ്ങനെ ചാടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിലേ ഓടിപ്പോയില്ല, ആ മാവി പോയി നല്ലൊരു മാമ്പഴം പറിച്ചോണ്ട് വാ. പെട്ടെന്നാവട്ടെ. ഞാനാണ് പോയി മാമ്പഴം പറിക്കേണ്ടത്. പിന്നെ ഞാനോ? ഈ വയ്യാത്ത ഞങ്ങൾ എങ്ങനെയാ മാവേ പറിച്ചു തരണേ? ചെന്ന് പോയി പറിച്ചിട്ട് വാ. എനിക്ക് മാമ്പഴം പറിക്കാൻ. പിന്നെ മാമ്പഴം പറിക്കുമ്പോ അതിന്റെ അപ്പുറത്ത് ഒരു തെങ്ങുണ്ട്, അതിന്റെ അകത്ത് 2 തേങ്ങയും കൂടെ പറിച്ചു. ഇതിനകത്ത് അരക്കാനുള്ള തേങ്ങ? എനിക്ക് പോയി മാമ്പഴം തേങ്ങയൊന്നും പറിക്കാൻ പറ്റത്തില്ല. തെങ്ങ് കയറുമ്പോ 2 കരിക്ക് കൂടി ഇട്ടേക്കുക. അതിനകത്ത് കരിക്ക് ഭയങ്കര ഇഷ്ടം. ചേട്ടാ, എനിക്ക് തെങ്ങ കയറാൻ ഇത് കയറാനൊന്നും അറിയത്തില്ല. ആവട്ടെ, എന്നിട്ട് കൊണ്ടുവന്നിട്ട് വേണം തേങ്ങ ചിരണ്ടാൻ, അരയ്ക്കാൻ. എന്തൊക്കെ പണിയാ ഉള്ളത്? ഞാൻ തന്നെ ഇത് മുഴുവൻ ചെയ്യണോ? എനിക്ക് മാമ്പഴ പുളിശ്ശേരി അത്ര ഇഷ്ടമൊന്നുമില്ല. ഞാനൊരു രസത്തിന് വേണ്ടി പറഞ്ഞാ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ പറഞ്ഞതല്ലേ ഒന്ന് സഹകരിക്കണോന്ന്. ഇതൊക്കെയാണ് സഹകരണം. എന്ത്? മാങ്ങ പറിക്കുക, തെങ്ങ് കയറി തേങ്ങ ഇടുക, അത് ചിരവുക, അത് പിഴിയുക, പിന്നെ ഞങ്ങളെ കുളിപ്പിക്കുക, ഞങ്ങളെ പരിചരിക്കുക. ഇതൊക്കെ വേണം ഞങ്ങളുടെ കൂടെ. സത്യത്തിൽ നിങ്ങളുടെ ഉണ്ണി ലുലുമാളി കാണാണ്ട് പോയതാണോ ബാലവേല പിടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടതാണോ? അങ്ങനെയല്ല മിസ്റ്റർ. ഉണ്ണി മിസ്സായപ്പോ എന്റെ മിസ്സിന് ഒരു വയ്യായിക. എങ്ങനെ? മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ മിസ്സാണോ? ഇതിലേലൊന്ന് ഫിക്സ് ചെയ്യും. മിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. എന്റെ ഉണ്ണി മിസ്സായി. അപ്പോ എന്റെ മിസ്സിന് ചെറിയൊരു വയ്യായിക. ഇപ്പൊ കറക്റ്റായി അല്ലേ? ഭയങ്കര കൺഫ്യൂഷൻ ഇരിക്കുവായിരുന്നു. ഇത് എന്ത് കോലമാ എന്റെ ഉണ്ണി. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? പിന്നെ എത്ര കാലമായി അമ്മ ഒന്ന് കുളിപ്പിച്ചിട്ട്, എണ്ണയൊക്കെ തേച്ച് അമ്മ ഒന്ന് കുളിപ്പിക്കട്ടെ. അയ്യോ, അത് പറ്റത്തില്ല. നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിപ്പിക്കട്ടെ. എന്റെ ഡ്രസ്സൊന്നും അഴിക്കാൻ എനിക്ക് എന്നെ എങ്ങനെയാണ് കുളിപ്പിക്കണേ ഇഷ്ടമല്ല. അല്ല തമ്പുരാട്ടി, തോർത്തെടുക്കാൻ മറന്നു. എന്നെ അമ്മ തമ്പുരാട്ടി എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ഭാര്യയല്ലേ? ഇത് ഭാര്യയാണ്, പക്ഷെ ഞാൻ അവളെ അമ്മ തമ്പുരാട്ടി ഇതാ വിളിക്കുള്ളൂ. എന്നേലും 15 വയസ്സിന് മൂത്തതാണേ. ഒരു സമ്പത്തത്തിന് പോയപ്പോ ഞാൻ പെട്ടുപോയതാ. പക്ഷെ കുളിപ്പിന് നടക്കത്തില്ല. ഞാൻ തോർത്തെടുത്തില്ല. തോർത്ത് എന്തിനാ ഉണ്ണി? എന്റെ മുമ്പിൽ നിന്ന് കുളിക്കാൻ എന്തിനാ തോർത്ത്? ഞാൻ തന്നെ കുളിച്ചോളൂ. എന്നെ കുളിപ്പിക്കണം നിർബന്ധമില്ല. ഞാൻ നല്ല വൃത്തിയുള്ള ആളാണ്. നോക്ക്,
മണ്ണുണ്ണി. മണ്ണുണ്ണി തമ്പുരാന്റെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷർട്ടില് മണ്ണ് പറ്റിയിരിക്കുന്നു. ഷർട്ടില് മണ്ണുണ്ടെങ്കിൽ ഷർട്ട് ഇലക്കിയാ പോരെ, എന്നെ കുളിപ്പിക്കേണ്ട അതാ കാര്യം പറഞ്ഞത് അമ്മ കുളിപ്പിക്കാന്ന്. ഇല്ല, വേണ്ടെന്ന്. ആളെ അങ്ങോട്ട് പിടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഭയങ്കര കേമനാണ്. ബോംബെന്ന് വന്നിരിക്കുകയാണ്. ബോംബെന്ന്. ഓ അല്ലേ, ഞങ്ങള് എവിടെയോ കണ്ട പോലെ ഒരു ചെറിയ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ. ഞാൻ അറിയും ഞാൻ. ഒരു മിനിറ്റ്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ ഭാഷ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഏതാ? തോപ്പുംപടിയിലെ മാഷ് അബ്ദുള്ള ആണെന്നോ? എപ്പ പറഞ്ഞേ? ഒരു പാട്ട് പാടിയിരുന്നില്ലേ? എടോ കിഴങ്ങ്, അത് തുബടി മാഷ അല്ലാന്നുള്ള പാട്ടാണ്, അല്ല തോപ്പുംപടിയിലെ മാഷ് പഠിപ്പിച്ചെന്നല്ല. അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നല്ലേ എവിടെ ഞാനിങ്ങനെ ഇടയ്ക്ക് പ്രോഗ്രാമുകളായിട്ടൊക്കെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ടിവിയിലും. എന്നെ കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എവിടുന്ന് വരുന്നു? ഞാൻ ബോംബെന്ന് വരികയാണ്. ഞാൻ ബോംബെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ധാരാവിലല്ലേ പ്രോഗ്രാമിന് വന്നത്? തമ്പ്രാൻ അറിഞ്ഞിരിക്കേണ്ട ആളാണ്. ധാരാവിൽ ഒരു ചേരിയില് ഒരു ഷോയ്ക്ക് 10,000 പേര് കൂടിയ ഒരു ഷോ ആണ്. ആ ഷോ ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ വൺമാൻ ഷോ കൊണ്ട് മുഴുവൻ പേരെ മുടിപ്പിച്ച ആളാണ് നിൽക്കുന്നത്. അതെ, ആ സ്ഥലം ഉണ്ടല്ലോ ഇപ്പൊ ആരും വാങ്ങിക്കാതെ ബ്ലാങ്കറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. ആണോ? പിന്നല്ലേ. വേണേ തമ്പുരാന്റെ അമ്പലത്തിൽ ഒരു ചെറിയ വൺമാൻ ഷോ അങ്ങ് ചെയ്യാം. വേണ്ട, ഞാൻ ആ പറമ്പ് എങ്ങനെയെങ്കിലും വിൽക്കണമെന്ന് കരുതിയിരിക്കുന്ന ആളാ. അഭിഷാരിങ്ങി വരിക. എന്താണാവോ അമ്മ തെറ്റിദ്ധരിക്കുമല്ലോ. ഉണ്ണിങ്ങി വരിക. ഞാൻ പേഴ്സണലായിട്ട് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണേ. നിന്നെ കണ്ടിട്ടോ നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല എന്നുള്ള സാധനമാണോ? അല്ലല്ല, സാധാരണ പേഴ്സണലായിട്ട് ആ സാധനം വരാം. ഇതല്ല. പിന്നെ ഞാനിവിടെ തൽക്കാലം ഉണ്ണിയായിട്ട് നിൽക്കുകയാണ്. ഞാനും അതെ, എന്നെ വിളിച്ചു കയറ്റിയതാ. ഞാൻ അവിടെ വെറുതെ വന്നാ. അവര് വഴി പോകുന്ന എല്ലാരും ഉണ്ണിയായിട്ട് വിളിച്ചിവിടെ കയറ്റാണ്. പക്ഷെ ഞാൻ അതിന് വന്നതല്ല. പിന്നെ ഞാനേ കൊട്ടേഷനുമായിട്ട് വന്നു. ആണോ? ഈ തമ്പ്രാനെ കൊല്ലാൻ വേണ്ടിട്ട്. കൂടെ കൂടുവാണെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് 50-50. ചേട്ടാ, അതെ, ഞാനിവിടെ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വന്ന ഒരാളല്ല. അതുകൊണ്ട് ചേട്ടനായിട്ട് കൊന്നു. ചേട്ടന്റെ ആ കൊലപാതകം കണ്ട് ഞാൻ ചിരിച്ചോളാം. ഞാൻ ഹാസ്യം ചേർത്തല്ല കൊല്ലുന്നത്. അല്ലെ, വേണമെന്നില്ല. നിങ്ങൾ ഹാസ്യം പറഞ്ഞാൽ മതി, കേൾക്കുന്നവൻ ചത്തോളും. റിസ്ക് എടുക്കണ്ട. നിങ്ങളെപ്പോൾ തന്നെയാണ് ഞാനും. നമ്മൾ അതേ സെയിം ആണ്. ഒഴിപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ല, എന്തായാലും ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പാട്ട് മത്സരം നടക്കും. സംഗീത മത്സരം നടത്താൻ പോവാണ്. ഹാസ്യമല്ല, മത്സരം നടത്തിൽ അതിൽ പുള്ളി വിജയിച്ചെന്ന് ഞാൻ ചുമ്മാ അങ്ങോട്ട് പറയും. ആ സമയത്ത് ഞാനൊരു മാല കൊണ്ട് കഴുത്തിലേക്ക് ഇടും. അത് പൊട്ടിത്തെറിച്ച് അന്നേരെ കാറ്റ് പോകും. ബോംബ് മാല. കിട്ടുന്ന കാശും കൊണ്ട് ഞാൻ നേരെ ബോംബേക്കും ഞാൻ ചെവി പൊത്തി അവിടെ ഇരുന്നോളാം. ബോംബിന്റെ ശബ്ദം പേടിച്ചിട്ടല്ല, തമാശ പേടിച്ചിട്ടാ. ഓക്കെ. എന്തായിരുന്നു രണ്ടുപേരും കൂടി ഒരു അടക്കം പറച്ചില്ലേ? ബോംബെയിലെ ചില സ്ട്രീറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കും. ഉണ്ണി പോവും. ഓരോടത്തും പോയില്ലേ ഉണ്ണി? എവിടെയുണ്ട്? ഒരിക്കലും പോയല്ല. അതപ്പോ എവിടെ പോലും കണ്ടുപിടിക്കാം. മഞ്ഞ ഷർട്ടല്ലേ, പേടിക്കാനില്ല. ഉണ്ണിയുടെ മഞ്ഞ കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ? കണ്ടു. മനസമാധാനം എന്ന് പറഞ്ഞില്ല. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്തിനാ ഈ സ്വത്തൊക്കെ ഇട്ടുമൂടി ഇങ്ങനെ വെക്കാതെ അതിൽ നിന്ന് ഒരു 50 രൂപ എടുത്ത് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായിട്ട് നടന്നുകൂടെ? എന്താ മണം തമ്പ്രാന്റെ അടുത്ത് വരുമ്പോൾ. അത് ഇതൊക്കെ ഒരു സ്റ്റൈലാണ്. എന്ത് സ്റ്റൈലും ആയിക്കോട്ടെ, പക്ഷെ മണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ? ആണോ? പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? നമ്മൾ തമ്മില് ഒന്ന് ഏറ്റുമുട്ടേണ്ടി വരും. എങ്ങനെ? നോമിനെ കുറിച്ച് ഒരുപാട് അവിഖ്യാതികൾ തമ്പ്രാൻ പറയുന്നുണ്ടല്ലോ. ഞാനോ? എപ്പോ? എനിക്ക് കിട്ടിയ പാട്ടിലൂടെ എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് എന്നൊരു വർത്താനം തമ്പ്രാൻ പറയുന്നുണ്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലാലോ. നമ്മൾ തമ്മിൽ ഒന്ന് കൊമ്പ് കോർക്കാം. കൊറക്കണോ? തയ്യാറാണോ? നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നാ മുട്ടിയേക്കാം. ആകെ ഇരിക്കുക. സകലം വ്യാകുലമാകുവനാദമയുഗമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. പ്ലായോ? പ്ലാ 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 വെച്ച് പാട്ടുണ്ട്. പ്ലാഗമാസകലം ാകിലമാകുവനാദമയുഗമേ സ്വാഗതം സ്വാഗതം. ക്രശവസ്വരങ്ങളാൽ പൗരുഷമുണർത്തും ശിവകാമരമേ നന്ദി. ബ്ലൂ ബ്ലൂവോ? ബ്ലൂ ബ്ലൂ ബ്ലും 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 ബ്ലും. സരിഗമപദനിസ സരിഗമപദനിസ സ സ സ. വികാരം
ഇതാരാ? മ്ലാ. കേട്ടില്ല. മ്ലാവിന്റെ മ്ല. മ്ലായിൽ ഇത്രയും കയറി പിടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പിടിക്കും. ഞാൻ അങ്ങനെയാ, എന്ത് കിട്ടിയാലും പിടിക്കും. എവിടുന്നാണാവോ അങ്ങീ സംഗീതം അഭ്യസിച്ചത്? വേണമെങ്കിൽ പാരമ്പര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംഗീതം പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നപ്പോ അച്ഛൻ തമ്പൂരി എന്നെ ഒരു മടയിൽ കൊണ്ടുപോയിട്ടു. വലിയൊരു പാറമട. അവിടെ നിന്ന് എങ്ങനെയാ ഓടി രക്ഷപ്പെട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ അങ്ങയുടെ ഈ ജ്ഞാനത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ലായി തീർന്നിരിക്കുന്നു. ആണോ? എനിക്കൊന്നും വേണ്ട, എല്ലാം അങ്ങയ്ക്കാണ്. തോപ്പിച്ചു ആ വിദ്വാനെ ഞാൻ. അങ്ങോട്ട് മാറി നിന്ന് എന്നെ അഭിനന്ദിച്ചോളൂ. സന്തോഷം. പക്ഷേ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിരിക്കുന്നു. ഈ ശബ്ദത്തിൽ ദാസ് എന്ന് പറയുന്ന വേറൊരാളും പാടുന്നുണ്ട്. അങ്ങനെയല്ല, ബോംബെയില് അലിഖാൻ എന്ന് പറഞ്ഞ ഒരാളുടെ അതേ ശബ്ദം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ അലിഖാന്റെ മോനാണ്. മകനാണോ? അതെ. ബോംബെ അല്ലേ? അവിടെ അമീർ ഖാനുണ്ട്, സൽമാൻ ഖാനുണ്ട്. ആരുടെയൊക്കെ മോനാണെന്നാവോ? വിട്ടു കളഞ്ഞേക്കാം. പക്ഷേ ഞാൻ വെറും കൃമി കീടം ഈ സംഗീതത്തിന്റെ മുമ്പ്. അത് മണമടിച്ചപ്പോ മനസ്സിലായി. ഞാനൊരു കാര്യം പറയുമ്പോ നിങ്ങൾ അങ്ങനെ കയറി പറയല്ലേ. ഓ, അപ്പോ ഈ സമ്മാനം ഒരിക്കലും അർഹിക്കുന്നത് ഞാനല്ല, പിന്നെ അത് നിങ്ങൾ തന്നെയാ. അത് വേണ്ട. പിടിക്കുക, അല്ലല്ല. സന്തോഷത്തോടെ സ്വീകരിക്കാം. അല്ല, അത് തിരുമേനി വേണം ഇടാൻ. അതാണ് വേണ്ടത്. തിരുമേനിയാണ്. ആ, തിരുമേനി അമ്മ തമ്പുരാട്ടി പറഞ്ഞ കേൾക്കുക. തിരുമേനി ഇട്ടാ മതി. ഉണ്ണി അത് സ്വീകരിക്കണം. വന്നാ കഴുത്തത് കാണിച്ചു കൊടുക്കുവോ? ഇല്ല ഇല്ല ഇല്ല, തന്നെ ഇട്ടോണ്ടാ മതി. ഇട്ടാലത് എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഒന്ന് കിടക്കണം. മരുന്ന് കഴിക്കണ്ടേ? എങ്ങും പോരുത്, ഇവിടെ തന്നെ നിൽക്കാം. ഉണ്ണി അമ്മയെ വിട്ട് പോവല്ലേ? ഇല്ല ഇല്ല. ഇപ്പൊ 70 പീസായി ബിരിയാണിക്കുള്ള പരിവായത്.